ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കുറച്ചേറെ പണികളുണ്ടായിരുന്നു. ഇന്നലെ രാത്രി കുറച്ച് അരിയും ഉഴുന്നുമൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ വേണ്ടിയിട്ട് അരയ്ക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദി സ്കൂളിൽ വിടുന്ന സമയം അതൊരു സൈഡിൽ കിടന്ന് അരങ്ങി മിക്സായി വന്നോളും കേട്ടോ. ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം അരയ്ക്കുന്നതല്ല പാട് കേട്ടോ. ഈ ഗ്രൈൻഡറിൻ്റെ പാർട്സുകൾ കഴുകിയെടുക്കുന്നതാണ് പാട്. കുറേ സമയം കൊണ്ട് ഞാനിതിൻ്റെ മുന്നിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ വേദ വിട്ട ശേഷം നിന്നപ്പോൾ ഏട്ടൻ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്കൊന്ന് കള്ളിക്കാട് പോയാലോ, കുറച്ച് ദിവസമല്ലേ പോയിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതിലെ കഴിഞ്ഞ ദിവസം കുറച്ച് വാള മീനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാള സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കള്ളിക്കാടമ്മ വാള മീനിൻ്റെ ആളാണല്ലോ. അപ്പോൾ വാള മീനെല്ലാം വാങ്ങിയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ പോകാനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഈ അരി ഉഴുന്ന് വരയ്ക്കാനായിട്ട് ഞാൻ ഇറങ്ങത്തില്ലായിരുന്നു. അത് പകുതിയിലിട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ അതെല്ലാം അരച്ച് വെച്ച ശേഷം പോകാമെന്ന് കരുതിയത്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ എണീറ്റപ്പോഴേ ഗ്രൈൻഡറിൽ ഓരോ സാധനങ്ങളായിട്ട് ഇട്ടിട്ട് ഒരു 8:30 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം അരച്ചെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിനെല്ലാം ഫ്രിഡ്ജിൽ പറക്കി വയ്ക്കുക, അതിനുള്ള സ്പേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഞാനത് കുറച്ച് സമയം മുന്നേ ഫ്രിഡ്ജെല്ലാം ഒതുക്കി പറക്കി ഈ അരച്ച് വെച്ചിരിക്കുന്ന ബോക്സുകളെല്ലാം വയ്ക്കുന്ന പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പോകുന്നതിന് മുന്നേ എൻ്റെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത ശേഷം നമുക്ക് ബാക്കി വീഡിയോ. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക. അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയെന്ന് വയ്ക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ. പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ. കാശൊന്നും വാങ്ങില്ല. ഈ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ. സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി. പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതായത് ഡയറ്റ് പ്ലാൻ, എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ, അതൊരു 3 മാസം വരെയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അതൊരു വർത്ത് പർച്ചേസിങ്ങും ആണേ. എന്തായാലും ഞാൻ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100 ഓഫായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലിരിക്കുന്ന വേഷത്തിൽ തന്നെ കേട്ടോ ഞാൻ എപ്പോഴും കള്ളിക്കാട് പോകാറ്. പ്രത്യേക വസ്ത്രം ഒന്നും ധരിച്ച് പോകാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ടീഷർട്ടും ഒരു പാൻസും എല്ലാം ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിലെല്ലാം ഇറങ്ങണം, മീനും കാര്യങ്ങളൊക്കെ വാങ്ങണം. ഫസ്റ്റ് ഇവിടെ നമ്മുടെ തൊട്ട് മുകളിലത്തെ കടയിൽ, റോബിൻ ചേട്ടൻ്റെ കടയിൽ കയറിയിട്ട് അവിടുത്തെ പൂരി, അവിടെ കള്ളിക്കാട് അമ്മയ്ക്കൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ പൂരി ഉണ്ടെങ്കിൽ പൂരി വാങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോഴേക്കും പൂരി ഇല്ല, ചപ്പാത്തി ഇല്ല. രാവിലെ ആയതുകൊണ്ടായിരിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം എത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അവിടെ നിന്ന് ഒന്നും വാങ്ങാതെ തന്നെ തിരിച്ച് നമ്മളടുത്ത് നേരെ മാർക്കറ്റിൽ പോകാമെന്ന് എഴുതി. അപ്പോൾ ഇന്ന് മാർക്കറ്റുള്ള ദിവസം, മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ചില പ്രത്യേക ദിവസങ്ങളിൽ കാട്ടാക്കട മാർക്കറ്റ് ഭയങ്കര സജീവമാണ് കേട്ടോ. അന്ന് ചെന്നാൽ നിറയെ മീനും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇന്ന് അത്രയും സജീവമായിട്ടുള്ള ദിവസമല്ല, എങ്കിലും കാട്ടാക്കട മാർക്കറ്റിൽ മീനൊക്കെ ഉണ്ടാവും. അങ്ങനെ മീനും സാധനങ്ങളും കാട്ടാക്കട മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ മാർക്കറ്റ് സജീവമായിട്ടുള്ള ദിവസം അങ്ങ് റോഡിൽ നിന്നേ തുടങ്ങും കേട്ടോ, കച്ചവടക്കാരും ബഹളവും ആൾക്കാരും ഒക്കെ ആയിട്ട്. പക്ഷെ ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസം അല്ലാത്തത് കൊണ്ട് അത്രയും വലിയ തിരക്കില്ലെങ്കിലും എല്ലാവരും അത്യാവശ്യം, കച്ചവടക്കാരും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേത് ഹോൾസെയിൽ പോലെ ഭയങ്കര വിളിയും ബഹളവും സാധനങ്ങളൊക്കെ ആയിട്ട് നിറയെ ആൾക്കാരും ബഹളവും കേട്ടോ. അതുപോലെ തന്നെ മാർക്കറ്റിൽ മീനൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സൈഡിൽ എന്തോ പണികളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് മീനെല്ലാം ഇപ്പുറത്തെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? നമ്മുടെ കൊടംപുളി ഇല്ലേ, കൊടംപുളിയുടെ പച്ചയാണ് കേട്ടോ. ചീനിക്കിഴങ്ങ്, പച്ചക്കറികൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ മാർക്കറ്റൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് വരാറുണ്ട്. കാരണം പുറത്തോട്ടൊക്കെ ഉള്ളവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവരുടെ നാട്, അവരുടെ സ്ഥലങ്ങളും. ഈ മാർക്കറ്റൊക്കെ കാണുമ്പോൾ നാട്ടിലേക്ക് വീണ്ടും വരാനൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. നമ്മുടെ വീഡിയോസ് വഴിയെങ്കിലും അവർക്കിതെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നേരെ മാർക്കറ്റിൽ വന്നപ്പോഴേക്കും അധികം മീനുകളും കാര്യങ്ങളൊന്നുമില്ല. അമ്മയുടെ ഫേവറേറ്റായിട്ടുള്ള മുള്ളുവാള ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അമ്മ മുള്ളുവാള കഴിച്ച് അമ്മയ്ക്ക് മുള്ളുവാള വേണ്ട, അതുകൊണ്ട് മുള്ളുവാള വാങ്ങിയില്ല. പിന്നെ ചൂരമീനുണ്ട്, അതും കുഞ്ഞ് ചൂരയാണ്. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ചൂരയ്ക്ക് ഭയങ്കര ഭീകര വില, 450-650 ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനും വേണ്ടിയിട്ട് ആ ചൂരയൊന്നുമില്ല.
പിന്നെ നവരമീനും കണവ മീനും ഒക്കെ ഇരിപ്പുണ്ട്. നവരമീനൊന്നും അമ്മയ്ക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ മയിലോട്ടുകുഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്, അല്ലെങ്കിൽ പട്ടകുളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ മീനുകൾ നല്ല അത്യാവശ്യം വിലയ്ക്ക് നല്ല ഫ്രഷ് മീനുകൾ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞ് തർക്കിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ നിന്ന് വാങ്ങാൻ നല്ല ലാഭത്തിന് കിട്ടും, നല്ല മീനുകൾ കിട്ടും, ഇവിടെ നിന്നൊന്നും കണ്ടിട്ട് നല്ലതുമില്ല, നല്ല വിലക്കുറവുമില്ല കേട്ടോ, അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങാം. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് അങ്ങോട്ട് പോയാലും മീൻ കിട്ടത്തില്ല, വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് ഏട്ടൻ. ഞാൻ പറഞ്ഞ് കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് ഞാനേ അപ്പോൾ ഏട്ടൻ പറയാണ്, നിൻ്റെ വാക്കും കേട്ടുകൊണ്ട് പോവാണ്, കിട്ടിയില്ലെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. സാധാരണഗതിയിൽ ഞാൻ എന്ത് കാര്യം അത്രയും കോൺഫിഡൻസോട് കൂടി പറഞ്ഞാലും അതൊന്നും നടക്കാറില്ല കേട്ടോ, അതുകൊണ്ട് എനിക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കാട്ടാക്കട മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് മീനൊന്നും വാങ്ങിക്കൽ നടന്നില്ല എങ്കിലും പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. പച്ചക്കറികളെല്ലാം അത്യാവശ്യം ലാഭത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് 50 രൂപ കേട്ടോ സാമ്പാർ കിട്ടെന്ന് പറയുന്നത്, പിന്നെ 50 രൂപയ്ക്ക് പാവയ്ക്ക, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉടങ്കല്ലി മുളക്. എന്തായാലും നല്ല മീൻ ചൂരെങ്കിലും വാങ്ങുമല്ലോ എന്ന് കരുതിയിട്ട് ഉടങ്കല്ലി മുളക് 20 രൂപയ്ക്ക് വാങ്ങി. പിന്നെ മുരിങ്ങയ്ക്ക, ഒരു മുരിങ്ങയ്ക്ക 10 രൂപ കേട്ടോ, 3 മുരിങ്ങയ്ക്ക 30 രൂപ, 2 മാങ്ങ 10 രൂപയ്ക്കൊക്കെ വാങ്ങി. ഇതെല്ലാം കള്ളിക്കാട് വീട്ടിലേക്ക് വാങ്ങിയതാട്ടോ. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും നമ്മൾ പോകുമ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകും. അപ്പോൾ ചീനിക്കിഴങ്ങ് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അങ്ങനെ ചീനിക്കിഴങ്ങ് വാങ്ങാമെന്ന് എഴുതി. സ്വീറ്റ് പൊട്ടാറ്റോ, നിങ്ങളുടെ നാട്ടിലും ചീനിക്കിഴങ്ങ് തന്നെയാണോ അതിനെ പറയുന്നത്? എന്തായാലും അത് വാങ്ങാമെന്ന് എഴുതി കേട്ടോ. ഇത് ആഫ്രിക്കൻ ചീനിക്കിഴങ്ങെന്നാണ് ചേട്ടൻ അവകാശപ്പെടുന്നത്. ആഫ്രിക്കനാണോ നാടനാണോ എങ്ങനെയാണ് രുചിയൊന്നും അറിയത്തില്ല. എന്തായാലും അത് 1 കിലോ 100 എന്തോ പറഞ്ഞ്, 1/2 കിലോ മതിയെന്ന് പറഞ്ഞ് 1/2 കിലോ വാങ്ങിക്കുകയാണ്. ഇത് പുഴുങ്ങിയിട്ട് കാന്താരി മുളകും ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കണം. എൻ്റെ അമ്മ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ കുറച്ച് വീട്ടിലും എടുക്കാം, കുറച്ച് ഞാനും കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ 1/2 കിലോ വാങ്ങിയുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും വാങ്ങിയാൽ നമ്മളവിടെ ചിലവാകത്തില്ല. നമ്മൾ ഓരോ കുഞ്ഞ് പീസായിട്ട് കുറച്ച് ഒരു ശകലം ഒരു പീസ് എന്തെങ്കിലും കൊണ്ടുപോകാമെന്നുള്ള രീതിയിലാണ് ഞാൻ അവിടത്തേക്ക് വാങ്ങിയത്. വീട്ടിൽ അവരും വേണമെങ്കിൽ പുഴുങ്ങിയൊക്കെ കഴിക്കുമല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിച്ചതാണ്. എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ ഈ ചീനിക്കിഴങ്ങ്. സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് ആണ് കേട്ടോ. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഈ സ്വീറ്റ് പൊട്ടാറ്റോ എന്നൊക്കെ പറയുന്നത്. എന്തായാലും അതും വാങ്ങി. പിന്നെ വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ പച്ചക്കറികളും സാധനങ്ങളും എല്ലാം വാങ്ങി നേരെ നമ്മൾ അടുത്ത മാർക്കറ്റിലേക്ക് പോവാണ്. ആ മാർക്കറ്റൊന്നും ഇത്രയും വലുതല്ല, എങ്കിലും അത്യാവശ്യം മീനുകളും കാര്യങ്ങളും, നല്ല മീനുകൾ ഫ്രഷ് ആയിട്ടുള്ള, അത് 1-2 പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഏട്ടനായിട്ട് തർക്കിക്കുന്നത്. അവിടെ നല്ല മീൻ കിട്ടും, വായോ പോവാം. ഏട്ടൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് അവിടുത്തെ ഏട്ടൻ അറിയുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്കറിയാം. അപ്പോൾ ഇതാണ് മയിലോട്ടുകുഴി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് സാധാരണഗതിയിൽ മീൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ വന്നപ്പോൾ ഒരു മീനും ഇല്ല കേട്ടോ. ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അത് നേരെ ഓപ്പോസിറ്റായിട്ട് നടക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ ഒരു 8 മണിക്കൊക്കെയാണ് ആ മയിലോട്ടുകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മീൻ. അവിടെ നിന്ന് 8-9 മണി എന്താണ് കേട്ടോ. അവിടെ നിന്ന് ആ മീൻകാരെല്ലാം നേരെ പട്ടകുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇവിടെ ഒരു കുഞ്ഞു മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ മാർക്കറ്റിലേക്ക് വരും. അപ്പോൾ അവിടുത്തെ മീൻകാർ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയ സമയത്താണ് നമ്മൾ അവിടെ വന്നത്, അതുകൊണ്ടാണ് അവരെ കാണാത്തത്. അപ്പോൾ ഇവിടെയും ഒരു 10-20 ആകുമ്പോഴാണ് നമ്മുടെ മാർക്കറ്റ് സജീവമാകുന്നത്. എല്ലാവരും എത്തിച്ചേർന്ന് മാർക്കറ്റ് ഭയങ്കര ഇതാവുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ശരി, നമ്മളെത്തിയപ്പോൾ ഒരു 10:15 ആയി. ഒരു 5 മിനിറ്റ് കൂടെ നിന്നാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ എല്ലാം മാർക്കറ്റെല്ലാം സജീവമാകുമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ദൈവമേ, മീൻ കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോഴാണ് നല്ല ഉണക്ക വാള കണ്ടത്. അതിൻ്റെ ഒരെണ്ണം വാങ്ങിയായിരുന്നു കേട്ടോ. നല്ല വലിയ വാള കേട്ടോ. ഈ ഉണക്ക വാള വറുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒരു വാള വാങ്ങി അങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്നപ്പോഴേക്കും മീൻകാർ കുറേശ്ശെ എത്തിയിട്ടുണ്ട്. നല്ല ചൂരമീൻ്റെ മീൻമുട്ട കേട്ടോ, ചൂരമീൻ്റെ പരു എന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് പറയും. കണ്ട പാടെ തന്നെ ചേട്ടാ ഇത് കൊടുക്കാൻ വെച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതെ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. വില എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു 50 രൂപ എടുത്തോളൂ എന്ന് പറഞ്ഞു. ശരി, കേട്ട പാടെ ഞാനതെടുത്തു. പക്ഷേ ഈ വലിയ മീൻമുട്ടയെക്കാട്ടി ഏറ്റവും നല്ലത് മത്തിയുടെയും ചാളിയുടെയൊക്കെ മീൻമുട്ട കേട്ടോ. നമ്മുടെ പാളയം മാർക്കറ്റിൽ ചിലപ്പോഴൊക്കെ പോയാലും നമുക്ക് കിട്ടാറുമുണ്ട്. പക്ഷേ ഞാൻ ഈ ഇപ്പോൾ കണ്ടത് ഇതായത് കൊണ്ട് എന്തായാലും വാങ്ങാം. എനിക്കും വേദയ്ക്കൊക്കെ മീൻമുട്ട ഇഷ്ടം കേട്ടോ. അങ്ങനെ വാങ്ങിച്ചു. എന്നിട്ട് അടുത്ത് മീൻകാരൊക്കെ വെയിറ്റ് ചെയ്യുന്നപ്പോൾ എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് 10:20 ആയപ്പോൾ എല്ലാവരും എത്തി. അവരവരുടെ പെട്ടിയിലുള്ള സാധനങ്ങളെല്ലാം പറക്കി മുകളിലേക്ക് വയ്ക്കുകയാണ്. മീൻ, കണവയുണ്ട്, ചൂരയുണ്ട്, നവര മീനുണ്ട്. ഭാഗ്യത്തിന് നമ്മൾ കാട്ടാക്കട കണ്ട എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ. ഇനി ഏട്ടൻ പറയില്ലല്ലോ അവിടെ കണ്ട മീൻ ഇവിടെ ഇല്ലല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ കാട്ടാക്കടയിൽ നിന്ന് വാങ്ങാമെന്ന്, എന്നൊന്നും എന്തായാലും പറയില്ലല്ലോ. അതുകൊണ്ടൊരു സമാധാനം വന്നു കേട്ടോ. എന്തായാലും മീൻ കണ്ട സന്തോഷത്തിലാണ് ഞാൻ. അധികം മീനുകളൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്ന് ഹർത്താൽ കൂടി ആയതുകൊണ്ട് ഇന്നലെ മീനുകൾക്കെല്ലാം അത്യാവശ്യം വിലയുണ്ടായിരുന്നു. എന്നാൽ അത്രയ്ക്കും വേണ്ടി നല്ല മീനും ഇല്ല കേട്ടോ. അതേ കുഞ്ഞൻ വാളയൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ കുഞ്ഞൻ വാളയൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് ആ വാളയൊന്നും വാങ്ങിയില്ല. കണ്ണ് ദേ ഈ ചൂരയിലാണ്. അത്രയും ഫ്രഷൊന്നും അല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വാങ്ങിക്കാനൊരു പേടിയുണ്ട്. പക്ഷെ വേറൊന്നും തന്നെ നല്ല മീൻ ഇല്ലാത്തത് കൊണ്ട് ഇത് തന്നെ വാങ്ങിക്കാമെന്നും കരുതി കേട്ടോ. എന്തായാലും ഈ ഫുൾ മീനൊന്നും വാങ്ങില്ല കേട്ടോ. ഇതിനിങ്ങനെ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പീസായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഒരു പീസേ നമ്മൾ വാങ്ങിയുള്ളൂ. കാരണം ഒരു പരീക്ഷണാർത്ഥം വാങ്ങുന്നതാണ്. അഥവാ
തേഞ്ഞ് പോയാൽ എന്ത് ചെയ്യാം? അതാകുമ്പോൾ കുഞ്ഞ് പീസാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളില്ലെങ്കിലും നമുക്കെടുത്ത് കളയാമല്ലോ. ഒരുപാടൊക്കെ വാങ്ങിയാലല്ലേ നമുക്ക് വിഷമം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് പീസേ വാങ്ങിയുള്ളൂ. പിന്നെ മെയിനായിട്ടും ചൂര വാങ്ങാനുള്ള കാരണം, നമ്മളിന്ന് രാവിലെ പോകണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ വിളിച്ച് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമെന്ന്. കാരണം അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, അവർക്ക് വേണ്ടിയിട്ടുള്ള ചോറൊക്കെ മാത്രമേ ഇടത്തുള്ളൂ. അപ്പം നമ്മൾ പറയാണ്ട് ചെന്ന് കയറിയാലേ നമ്മൾ പിന്നെ പട്ടിണിക്കാവും. അതുകൊണ്ട് തന്നെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ചക്ക ഇരിപ്പുണ്ട്, ചക്ക എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചക്കയോടൊപ്പം കഴിക്കണമെങ്കിൽ നല്ല വാളയോ നല്ല ചൂരയൊക്കെ ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ ഷെഫ് പിള്ളേ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, തിരുവനന്തപുരംകാർക്ക് ചൂരമീൻ ഇല്ലാണ്ട് എന്താ ആഘോഷമെന്ന്. ശരിയാണോ? എനിക്ക് പക്ഷേ എന്ത് പറയാനും ചൂരമീൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ചൂരമീൻ പോയിട്ടുള്ള എനിക്ക് എന്തും. അതുപോലെ തന്നെയാണ് പാരമീനും. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്നതുപോലെ തോന്നി കേട്ടോ. ചൂരമീൻ ഇല്ലാണ്ട് നമ്മുടെ തിരുവനന്തപുരംകാർക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കപ്പയും ചൂര മീൻ കറിയും. അപ്പോഴേ മീൻ ഞങ്ങൾ വാങ്ങിയിട്ട് ആ ചേട്ടൻ തന്നെ പറഞ്ഞു ഞങ്ങൾ കട്ട് ചെയ്ത് തരാം നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ തന്നെ കട്ട് ചെയ്ത് തരാം കേട്ടോ. ആ ചേട്ടനല്ല, വേറൊരു ചേട്ടൻ വന്ന് കട്ട് ചെയ്ത് തരുവാണ്. നമ്മളത് കട്ട് ചെയ്തിരുന്നുവെങ്കിൽ നല്ല പണി കിട്ടിയാനാണ് കേട്ടോ. അപ്പോൾ അത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാവാം ആ ചേട്ടൻ പറഞ്ഞു കട്ട് ചെയ്ത് തരാമെന്ന്. എന്തായാലും കട്ട് ചെയ്ത് തന്നത് നന്നായി. നമ്മൾ വീട്ടിൽ ചെന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ മീൻ കിട്ടത്തില്ലായിരുന്നു കേട്ടോ. ഒരു ചെറിയ സംശയം മീൻ വാങ്ങിയത് പണി പാളിയോ എന്നുള്ളത്. എന്തായാലും വീട്ടിൽ ചെന്ന് വച്ച് നോക്കുമ്പോൾ അറിയാം മീൻ പണി പാളിയോ അത് നല്ലതാണോന്ന്. പക്ഷെ എല്ലാവരും വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. കരിമ്പച്ച മീനല്ല, അത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ എന്തോ വരട്ടെ എന്ന് കരുതി അങ്ങ് വാങ്ങിയതാട്ടോ. അപ്പോൾ ഈ മീൻ കുറച്ച് ചൂര വാങ്ങിയുള്ളൂ. അപ്പോഴേക്കും എന്തേ കണവ മീൻ ഇരിപ്പുണ്ട്. കുഞ്ഞൻ കണവ നല്ല ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ട് കുഞ്ഞൻ കണവ കുറച്ച് മേടിച്ചായിരുന്നു. അപ്പോൾ ഈ ആൻറ്റിയുടെ കേട്ടോ ഞങ്ങൾ ഉണക്ക മീൻ നെത്തോലി ഉണക്ക വാങ്ങിയത്. നെത്തോലിയും ഉണക്ക വാളയും ഈ കുഞ്ഞൻ കണവയും കുഞ്ഞൻ ചൂരയല്ല വലിയ ചൂരയുടെ കുഞ്ഞ് പീസും കുറച്ച് മീൻ മുട്ടയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് പോവുകയാണ്. ഇവിടെ നിന്ന് വേറെ ഒന്നും വാങ്ങിയില്ല. കാരണം നമ്മൾ കാട്ടാക്കട മാർക്കറ്റിൽ നിന്ന് എല്ലാ സാധനങ്ങളും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിയത് കൊണ്ട് ഇവിടെ നിന്ന് മീൻ സംഭവങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചാളയൊക്കെ നല്ല മത്തിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മത്തിയൊക്കെ വാങ്ങിച്ചിട്ട് പോയാൽ ഇനി വീട്ടിൽ ചെന്ന് കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ പാട്. നമ്മുടെ ഈ ചൂരപ്പോൾ ക്ലീൻ ചെയ്ത് തന്നതുകൊണ്ട് എന്തോ ആയിക്കോട്ടെ, ആ ചേട്ടൻ ക്ലീൻ ചെയ്ത് തന്നതുകൊണ്ടൊരു സമാധാനമുണ്ട്. കാരണം 10:30 മണിയായിട്ടുണ്ട്. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയി വച്ച് കഴിച്ച ശേഷം തിരിച്ചതേ നമുക്ക് വീണ്ടും തിരുമല വരണം. വേറെ സ്കൂളിൽ പോയിരിക്കുകയാണ്. അവൾ എത്തുന്നതിന് മുന്നേ നമുക്ക് തിരിച്ച് വീട്ടിലെത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ എന്തായാലും കട്ട് ചെയ്ത് തന്നത് നന്നായി. അതുകൊണ്ട് ആ സമയം ലാഭമുണ്ടല്ലോ. അങ്ങനെ ഇതേ നേരെ നമ്മൾ കള്ളിക്കാട് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുന്നേ ഞങ്ങൾ രേവതി ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോയത്. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഡിക്കി ഫുൾ സാധനങ്ങളായി. ഡിക്കി ഫുള്ളല്ല, വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാമായി. എന്നിട്ട് നേരെ കള്ളിക്കാട് ബേക്കറി, രേവതി ബേക്കറി. അപ്പോൾ ഞാനിവിടെ വന്ന് തുടങ്ങിയപ്പോൾ മുതൽ എനിക്കറിയാവുന്നൊരു ബേക്കറിയാണ് രേവതി ബേക്കറി. ഞാനിവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്. ഇവിടുത്തെ എല്ലാം അവർ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ, കേക്കും ബ്രെഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ മിക്കവാറും ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ എനിക്ക് വീട്ടിലത്തേക്കും വാങ്ങും, അവിടെ കള്ളിക്കാട് വീട്ടിലത്തേക്കും വാങ്ങും കേട്ടോ. കാരണം അത്രയും ഫ്രഷ് ആയിട്ടുള്ള അവർ തന്നെ ബേക്ക് ചെയ്യുന്ന അവർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഈ മിക്സ്ചറൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് മിക്സ്ചർ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനുള്ള കാരണം നിറയെ കപ്പലിൻ്റെയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലതാണ്. അപ്പം ഞാൻ കുറച്ച് മിക്സ്ചർ, കപ്പലണ്ടി, ബ്രെഡ് അങ്ങനെയൊക്കെ വാങ്ങി. മിക്സ്ചറൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാനും കണക്കാക്കിയിട്ട് വാങ്ങി കേട്ടോ. പിന്നെ 5 പൊറോട്ട കൂടെ വാങ്ങി. അവർ വൈകുന്നേരം അച്ഛനും അമ്മയൊക്കെ കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വാങ്ങിയത്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല ഭീകര മഴക്കാറുണ്ട്. കാറിൻ്റെ ഗ്ലാസ്സിൽ 1-2 ഡ്രോപ്സ് ഒക്കെ വീഴുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ പെയ്തങ്ങ് മറിക്കുമെന്ന്. പക്ഷേ ആ 1-2 ഡ്രോപ്സ് വീണതേ ഉള്ളൂ. പിന്നെ മഴക്കാറുമില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ, മഴ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ട്രിവാൻഡ്രത്ത് വലിയ രീതിയിൽ മഴയൊന്നുമില്ല. എങ്ങാനും വൈകുന്നേരങ്ങളിൽ മഴ പെയ്താലായി. അതത്ര വലിയ ഭീകര മഴയൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട് ഏതാ, ആ നാട്ടിൽ മഴയുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. എന്തായാലും വിശേഷം പറഞ്ഞ് നമ്മളിതേ കള്ളിക്കാട് വീടെത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ ഫോണും കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ചാറ് കസേരയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. മിക്കവാറും പ്രകാശേട്ടം കൊണ്ടിട്ടതാവും. അതവിടെ കിടക്കട്ടെ, അത് പിന്നീട് കാണാം. നമുക്ക് സാധനങ്ങളെല്ലാം കൊണ്ട് നേരെ കിച്ചണിലേക്ക് വരാം. മീനും പച്ചക്കറികളും എല്ലാം ആയിട്ട്. കള്ളിക്കാട് അമ്മയെ കണ്ടില്ലേ എന്നുള്ള കരച്ചിൽ വേണ്ട. കള്ളിക്കാട് അമ്മയെ കണ്ടോളൂ. എന്താണ് നിങ്ങൾക്ക് കള്ളിക്കാട് അമ്മയിൽ ഇത്രയും ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കള്ളിക്കാട് അമ്മ. എന്തായാലും കണ്ടോളൂ, കള്ളിക്കാട് അമ്മയെ കണ്ണ് നിറച്ച് കണ്ടോളൂ. ഇതിനിടയ്ക്ക് അമ്മയും അച്ഛനൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അവർ വന്നു നിന്നപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയവും സന്ദർഭവും ഒന്നും ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എടുത്തില്ല. പക്ഷേ എങ്കിലും ഞാൻ ഒരു ദിവസത്തെ വീഡിയോ ഞാൻ ഇതിനിടയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്വീകരണമായിരുന്നു. അതെപ്പോഴും കള്ളിക്കാടത്തെ വിശേഷം ഇട്ടാൽ ആ ഒരു സ്വീകരണം കിട്ടാറുണ്ട്. താങ്ക് യു സോ മച്ച്.
അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ ചക്കയൊക്കെ വെച്ച് വയ്ക്കുമെന്ന് പറഞ്ഞു. ചക്കയെ കൊണ്ട് വെക്കട്ടെ എന്ന് ചോദിച്ചായിരുന്നു. പക്ഷേ നമ്മൾ എത്തിയപ്പോഴേക്കും ചക്കയെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കിച്ചണെല്ലാം അരിച്ച് പറക്കുകയാണ്. ദേ കൊച്ചു പിള്ളേർ സ്കൂൾ വിട്ട് വന്നിട്ട് വീടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് അരിക്കില്ല. അതുപോലെ ഞാനും വന്ന് കിടന്ന് ഇങ്ങനെ കരിക്കുകയാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? മിക്കവാറും ഞാനിവിടെ വരുമ്പോൾ ഉറട്ടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ആ ഉറട്ടിയുടെ കൂടെ നല്ല മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടായിരിക്കും. മുളകും കൊച്ചുള്ളിയൊക്കെ ചതച്ചിട്ട് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാവും കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്നും അത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ മുളക് ചമ്മന്തി തീർന്നു പോയി എന്ന് പറഞ്ഞു. ഇത് ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ ഡാൽ ഫ്രൈ, ഞങ്ങൾക്ക് ഇന്ന് അപ്പവും ഡാൽ ഫ്രൈയും ആയിരുന്നു. അത് ദേ എടുത്തുകൊണ്ട് വന്നതാട്ടോ. അപ്പോൾ രാത്രി പൊറോട്ടയുടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഡാൽ ഫ്രൈയും ചപ്പാത്തിയും ഡാൽ ഫ്രൈയും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് കൊണ്ടുവന്നതാട്ടോ. അച്ഛൻ വെജിറ്റേറിയൻ അല്ലേ, അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു. ചിലപ്പോൾ രാത്രി ആയാൽ അത് ചീത്തയായി പോകും. കാരണം രാവിലെ വെച്ചതാണ്. വേദയ്ക്ക് സ്കൂളിലും ഇന്ന് ഞാൻ ഇത് തന്നെയാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം എടുത്ത് ചൂടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ചീത്തയായി പോകും കേട്ടോ. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നു. സാധനങ്ങളെല്ലാം പറക്കി അടുക്കിയൊക്കെ വയ്ക്കുകയാണ്. പറഞ്ഞു വന്നത് മുളക് ചമ്മന്തിയുടെ കാര്യമാണ്. ആ ഒരു മുളകും ഉള്ളിയും കൂടെ ചേർത്തിട്ടൊരു ചമ്മന്തി അരയ്ക്കും കേട്ടോ. എന്താ ടേസ്റ്റ്! ചമ്മന്തി അരയ്ക്കുകയല്ല, ഇങ്ങനെ ചതച്ചെടുക്കും. എൻ്റെ അമ്മ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയും. അതും ഈ ഉറട്ടിയൊക്കെ കൂട്ടി കഴിക്കണം. ഉറട്ടി എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് കുഴച്ചിട്ട് കല്ലിൽ തന്നെ ഇങ്ങനെ പരത്തിയിട്ട് ചുടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അതിന് എങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതാണ് ചിലരുടെയൊക്കെ കൈപ്പുണ്യം എന്ന് പറയുന്നത്. ഇവിടെ കള്ളിക്കാട് അമ്മ എന്തുണ്ടാക്കിയാലും അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, എക്സ്പീരിയൻസ്. ഇത്രയും നാൾ കൊണ്ട് എല്ലാവർക്കും വെച്ചുണ്ടാക്കിയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് തന്നെയാണ് കേട്ടോ. നമ്മളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, തുടക്കക്കാരല്ലേ, അതിൻ്റേതായ ഒരു ഡ്രോബാക്സ് ഉണ്ടാവും. അത്യാവശ്യം നല്ലൊരു കുക്കാണ് എൻ്റെ അമ്മയും. അതുപോലെ തന്നെ എൻ്റെ അമ്മ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. അമ്മ തമിഴത്തിയല്ല, അമ്മ കേരളത്തിലുള്ള മലയാളിയാണെന്ന് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ തമിഴത്തി എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടപ്പോൾ, വീഡിയോ ഇട്ടപ്പോൾ 1-2 പേര് കമൻറ്റ് ചെയ്തു, എന്തിനാ തമിഴത്തി എന്ന് പറയുമ്പോൾ ഇത്രയും വിഷമമൊന്നുമില്ല. എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. അതിപ്പോൾ ഏത് ഭാഷക്കാരായാലും ഏത് ജാതിക്കാരായാലും ഏത് മതസ്ഥരായാലും എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. പക്ഷേ ഞാൻ മലയാളി എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. ഏത് രാജ്യക്കാരായാലും ഏത് സ്ഥലക്കാരായാലും ഏത് മതക്കാരായാലും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. അല്ലാതെ അതിൽ വേറെ ഒരു കുറച്ചിലോ കുറ്റമോ ഒന്നും ആർക്കും തന്നെ ഇല്ല. ഇപ്പോൾ തമിഴ്നാട്ടുകാർക്ക് നമ്മളെയൊക്കെ കേരളത്തിലുള്ള മലയാളികളെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പം അതുപോലെ അവരെ ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് മലയാളി എന്ന്, ഞാനൊരു മലയാളി കേരളത്തിലുള്ള ഒരാളാണ് എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് എൻ്റെ അമ്മയും എന്നോട് ആ ഒരു കാര്യം പറയാൻ പറഞ്ഞത്. കാരണം അമ്മയുടെ അമ്മ അവരെല്ലാവരും, ഞാൻ ഇന്നലെ കാണിച്ച അമ്മാമ്മയും മാമനും മാമിയും ഒക്കെ മലയാളികളാട്ടോ. പണ്ട് അവിടെയൊക്കെ കേരളത്തിൻ്റെ ഭാഗമായിരുന്നു, പിന്നീടാണ് തമിഴ്നാടായത്. അപ്പോൾ അവരെല്ലാവരും മലയാളികളാണ്. എൻ്റെ അമ്മാമ്മയും മലയാളിയാണ്. ഇന്നലെ കണ്ട അവരെല്ലാവരും മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആ സംസാരം കേട്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ലൈവ് ഓടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവരൊക്കെ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്, മലയാളികൾ തന്നെയാണ്. എൻ്റെ അപ്പൂപ്പൻ മലയാളിയാണ്. അപ്പൂപ്പൻ ഇളവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൂപ്പൻ, പാപ്പു എന്നാട്ടോ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. പാപ്പുവിൻ്റെ കുടുംബ വീടെല്ലാം ഇളവട്ടത്താണ്. അമ്മയ്ക്ക് ഒരു അനിയനും ഒരു ചേച്ചിയുണ്ട്. അവർ 3 പേരും അവിടെ തന്നെയാണ് ജനിച്ച് വളർന്നതുമെല്ലാം. അപ്പോൾ അമ്മയുടെ അമ്മയുടെ അച്ഛനും അമ്മയുടെ എല്ലാ അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ മലയാളികൾ തന്നെയാണ്. ഞാൻ പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഗുമ്മ് വരട്ടെ എന്ന് കരുതി ആ ഒരു ക്യാപ്ഷൻ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അതിൽ കൂടുതൽ വേറൊന്നുമില്ല. അത് നിങ്ങളാരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. തെറ്റിദ്ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേറെ വിഷമമൊന്നുമില്ല കേട്ടോ. എന്നെ തമിഴത്തിയായിട്ട് കണ്ടാലോ ഒന്നും എനിക്കും വിഷമമല്ല, എൻ്റെ അമ്മയ്ക്കും വിഷമമല്ല. പക്ഷെ ഒന്ന് പറയാൻ തോന്നി, അത്രയേ ഉള്ളൂ. പിന്നെ കൂടുതലിഷ്ടം മലയാളി എന്ന് പറയാൻ തന്നെയാണ്, കേൾക്കാൻ തന്നെയാണ്, അറിയാൻ തന്നെയാണ്. അതിപ്പോൾ നമ്മുടെ നാടിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അത് നമുക്കെന്തോ ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമല്ലേ. അത് നമ്മളൊരു പക്ഷേ മലയാളി ആയതുകൊണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ ജനിച്ച് വളർന്ന ഒരാളാണെങ്കിൽ തമിഴ്കാരി എന്ന് പറയുന്നതായിരിക്കും കൂടുതലിഷ്ടം. അത് നമ്മൾ മലയാളി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് അതൊന്നും ആരും ഓർത്ത് വല്ലാണ്ടങ്ങ് തല പുകയ്ക്കരുത്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ്. ആരെ സ്നേഹിക്കണം, ആരെ സ്നേഹിക്കണ്ട, എങ്ങനെ ജീവിക്കണം, ആരായിട്ട് ജീവിക്കണം, എന്തായിട്ട് ജീവിക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ. ആ സ്പേസിൽ മറ്റൊരാൾ കയറി പറയേണ്ട ആവശ്യമില്ല അല്ലേ.
ഓക്കെ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ. വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറി വന്നിരിക്കുകയാണ്. അപ്പോൾ മീനെല്ലാം കട്ടിയാണ്, വലിയ കുഴപ്പമില്ല മീൻ. അപ്പോൾ പാവയ്ക്ക നല്ല ഫ്രഷ് കുഞ്ഞൻ നാടൻ പാവയ്ക്ക കേട്ടോ. ഈ കുഞ്ഞൻ പാവയ്ക്കൊന്നും കിട്ടാറേ ഇല്ല. അപ്പം നാടൻ പാവയ്ക്ക ആയതുകൊണ്ടാണ് ഈ കുഞ്ഞനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഇത് കുഞ്ഞൻ പാവയ്ക്ക, ഇത് വാങ്ങരുതേ, കൊള്ളത്തില്ല, അത് കുരുട് പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുരുട് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്, അത് വളം ഇടാത്തത് കൊണ്ടാണ് അത് കുരുട് പിടിച്ചിരിക്കുന്നത്. വളം ഇട്ടാൽ നല്ല ഫ്രഷായിട്ട് വലിയ പാവയ്ക്കായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ സത്യം തന്നെയാണ്. അതിൽ നിന്ന് 2-3 പാവയ്ക്ക എടുത്ത് നമ്മൾ കറി വെച്ചായിരുന്നു. കറി മീൻസ് മെഴുക്കുരട്ടിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കയ്പ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ സാധനം കൈ കൊണ്ട് പോലും തൊടാറില്ല, എനിക്കിഷ്ടമല്ല. പക്ഷേ എങ്കിലും ഞാൻ ഒന്ന് രുചിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ ഒന്ന്. അപ്പോൾ അധികം കയ്പ്പില്ല എന്നല്ല, കയ്പ്പുണ്ടായിരുന്നു എങ്കിലും അധികം കയ്പ്പില്ല കേട്ടോ. മീനും കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുകയാണ്. വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കടും പച്ച മീനല്ല കേട്ടോ. ഭാഗ്യത്തിന് ഇതേ ഇത്ര മീനേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് വാങ്ങിയാലും നമ്മളിവിടെ നിന്ന് കഴിക്കും. പിന്നെ ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ കഴിക്കാനായിട്ട് കുറച്ച് നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകും. ബാക്കി ഇവിടെ ഇട്ടിട്ട് തന്നെ പോകും കേട്ടോ. അമ്മ ഒരു ദിവസത്തിൽ കൂടുതൽ പിന്നെ കഴിക്കാൻ നമ്മളെ കൊണ്ടായാലും എന്നും ഒരേ സാധനം കഴിക്കുമ്പോൾ നമ്മൾ മടുത്തു പോകത്തില്ല. ഇവിടെ അച്ഛനൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അത് വെറുതെ വേസ്റ്റായിട്ട് പോകും. മിക്കവാറും ഈ മീനുകളെല്ലാം കൊക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ, അപ്പുറത്തെ മദാമയുടെ പട്ടിക്ക്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വളരെ കുറച്ചേ വാങ്ങിയുള്ളൂ. മെയിനായിട്ടും മീൻ ഫ്രഷ് ആണോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ടാണ് വാങ്ങാത്തത് കേട്ടോ. പക്ഷെ സത്യം പറയാമല്ലോ, മീൻ അത്യാവശ്യം നല്ല മീനായിരുന്നു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല മീനായിരുന്നു. കറിക്കൊക്കെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ പഴകിയ ചെവയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പാവയ്ക്ക എടുത്ത് കട്ട് ചെയ്യുകയാണ്. ഞാൻ നമ്മുടെ വീട്ടിലാണെങ്കിൽ സ്ലൈസറിലൊക്കെ വെച്ചിട്ടാണ് പാവയ്ക്കെല്ലാം കിസാന്ന് പറഞ്ഞിട്ട് സ്ലൈസ് ചെയ്തെടുക്കും കേട്ടോ. ഇവിടെ ആകുമ്പോൾ നൈഫ് വെച്ചേ പറ്റത്തുള്ളൂ. കത്തി കൊണ്ട് അരിങ്ങി തന്നെ എടുക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ മറ്റതിൽ ശീലിച്ചിട്ട് ഇത് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് പാടാണ്. അതെന്ത് കാര്യവും നമ്മളൊരു കാര്യത്തിൽ ശീലിച്ചിട്ട് വേറൊരു കാര്യത്തിൽ ചെയ്യുമ്പോൾ കുറച്ച് പാടാട്ടോ. മാങ്ങയും മുരിങ്ങയ്ക്കായും നമ്മുടെ ഉടങ്കല്ലി മുളകും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന മീൻകറി കേട്ടോ. ഇന്ന് മല്ലിയും മുളകൊന്നും അരയ്ക്കുന്നില്ല. തേങ്ങയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം അരച്ചിട്ട്, പിന്നെ മുരിങ്ങയ്ക്ക, പച്ചമാങ്ങ, പിന്നെ ഉടങ്കല്ലി മുളക്, കുറച്ച് ലേശം പുളിയെ അരയ്ക്കത്തുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിപ്പുണ്ട്. മാങ്ങ കൂടി ഇടുമ്പോൾ മാങ്ങയുടെ പുളി ഇറങ്ങും. അതുപോലെ ഈ പുളിയും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര പുളിയായിപ്പോൾ. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് പുളി ഇടുക. പുളിയിട്ട് മാങ്ങയുടെ പുളിയെല്ലാം നോക്കിയ ശേഷം ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പുളി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ മീൻകറി സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോഴാണ് ഏട്ടൻ അമ്മയോട് ചോദിച്ചു, ഇന്ന് ഉരട്ടിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞത് ഗ്യാസ് സ്റ്റൗവിലുണ്ട്, ചുട്ട കല്ലിൽ തന്നെ മൂടി വെച്ചിട്ടുണ്ട്, പോയി എടുത്തോളൂ എന്ന് പറഞ്ഞു. ദേ ഇരിപ്പുണ്ട് ഉരട്ടി. ഇന്ന് ഗോതമ്പും മൈദ എന്തൊക്കെയാണ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഉരട്ടിയാട്ടോ. പക്ഷേ രുചി അന്യായമാണ് കേട്ടോ. അതേ ഈ സാധനത്തിന് കറി പോലും വേണ്ട. മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. കറി ഇല്ലെങ്കിലും വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കാന്താരിയോ എന്തൊക്കെ ഇട്ടിട്ട് മീൻ വെക്കുക കേട്ടോ. കാന്താരിയൊക്കെ കുറച്ച് ചതയ്ക്കും. യെസ്, കാന്താരി കുറച്ച് ചതച്ചിടും കേട്ടോ. കുറച്ച് കാന്താരി കൂടി ചതച്ച് അതിൻ്റെ കൂട്ടത്തിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ മീൻകറി ഇങ്ങനെ വെച്ചാൽ. ഈ കറികളെല്ലാം തിരുവനന്തപുരംകാരുടെ സ്വന്തം കറികളാട്ടോ. ഇങ്ങനെയൊക്കെ മീൻ വയ്ക്കുന്നത്, പ്രത്യേകിച്ച് തേങ്ങ അരച്ച് വയ്ക്കുന്നത് തിരുവനന്തപുരംകാരുടെ ഒരു സ്റ്റൈലാണ്. പക്ഷേ എനിക്ക് ഈ തേങ്ങ അരയ്ക്കാത്ത മീൻകറി ഒട്ടുമേ ഇഷ്ടമല്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ കുഞ്ഞിലെ മുതലേ ശീലിച്ച ഓരോ കാര്യങ്ങളായിരിക്കും തേങ്ങ അരച്ച് വയ്ക്കുന്നതും തേങ്ങ അരയ്ക്കാതെ വയ്ക്കുന്നതും. ഇപ്പം തേങ്ങ അരയ്ക്കാതെ വയ്ക്കുന്ന കോട്ടയത്തൊക്കെ ഉള്ളവർക്ക്, കോട്ടയമില്ല എനിക്ക് തോന്നുന്നു, തിരുവനന്തപുരം കഴിഞ്ഞ ഏകദേശം എല്ലാവരും തേങ്ങ അരയ്ക്കാണ്ടാണ് മീൻകറി വയ്ക്കുന്നതെന്ന് തോന്നുന്നു. അവർക്കൊക്കെ ഈ തേങ്ങ അരച്ച് വയ്ക്കുന്ന മീൻകറി എന്ന് കേൾക്കുമ്പോഴേ ദേഷ്യമാണ്. പക്ഷേ എന്തോ എനിക്ക് തേങ്ങ അരച്ച മീൻകറിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. എനിക്ക് മറ്റത് വലിയ എന്നല്ല, എനിക്ക് ഒട്ടുമേ താല്പര്യമില്ല തേങ്ങ അരയ്ക്കാണ്ട് വയ്ക്കുന്ന മീൻകറി. ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻകറി. അപ്പോൾ ശരി, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കള്ളിക്കാട് അമ്മയുടെ ലൈവ് വോയിസ് ഇട്ടൊരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. കാരണം എന്തെന്നറിയോ, നമ്മൾ വീട്ടിൽ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈവ് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് ആവും. നമ്മൾ വീഡിയോയ്ക്ക് പറയും പോലെ ആയിരിക്കില്ല. വേറെ എന്തെങ്കിലുമൊക്കെ നാട്ടിലെ കാര്യവും വീട്ടിലെ കാര്യവും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെല്ലാം ഈ ലൈവ് ഓഡിയോയിൽ കയറി വരുമ്പോൾ അതൊരു ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുന്നത്. ഇപ്പം നമ്മളായാലും അമ്മയായാലും ഏട്ടനായാലും കാര്യം പറയുന്നത് ശ്രദ്ധിക്കില്ല വീഡിയോ എടുക്കുന്നത്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചറവളായി പറഞ്ഞുകൊണ്ടിരിക്കും. അത് വളരെ മോശമായിരിക്കും നിങ്ങൾ കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും നമുക്ക് ലൈവ് വോയിസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ വെച്ച ചക്കയുടെ ബാക്കി കുറേ ഫ്രിഡ്ജിലിരിക്കുകയാണ്. ഞാൻ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും കൊണ്ടുപോയാൽ ഇത് അത്രയും ചിലവാകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ശരി, മിനി ആൻറ്റിക്ക് എങ്ങാനും വേണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മിനി ആൻറ്റിയോട്, തേനുവിൻ്റെ അമ്മൂമ്മയോട് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ചക്ക ഉണ്ടെങ്കിൽ കൊണ്ടുപാടിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആൻറ്റിക്ക് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി.
കാരണം ചക്കയൊക്കെ എത്ര കിട്ടിയാലും സൂക്ഷിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അത് എത്ര കിട്ടിയാലും ഇങ്ങനെ നമുക്ക് മതിയാകാത്ത ചിലരുണ്ട്. അതിൽ പെട്ടതാട്ടോ ഒന്ന് ഈ അമ്മ, കള്ളിക്കാടമ്മ. എത്ര ചക്ക കിട്ടിയാലും കഴിക്കും കേട്ടോ. അപ്പോൾ മിനി ആൻറ്റിയും അതുപോലെയാണ്. അപ്പം ആൻറ്റിക്ക് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പം നിങ്ങൾക്ക് ചക്ക സ്റ്റോർ ചെയ്ത് വയ്ക്കണമെങ്കിൽ ഇപ്പോൾ പച്ച ചക്ക എത്ര നാൾ, 1 വർഷം വരെയും സ്റ്റോർ ചെയ്ത് വയ്ക്കണമെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. ചക്ക നമുക്കിപ്പം അവിയലിനാണോ അല്ലെങ്കിൽ ചക്ക ഇളക്കാനാണോ, മീൻസ് കറി വയ്ക്കാനാണോ, എങ്ങനെ വേണോ അതിൻ്റേതായ രീതിയിൽ കട്ട് ചെയ്യുക. കൂടുതലും ഈ കറി വയ്ക്കാനാട്ടോ അങ്ങനത്തെ ചക്ക നല്ലത്. കറി വയ്ക്കുന്ന രീതിയിൽ ചക്ക കട്ട് ചെയ്ത് ഫ്രീസറിനകത്തേക്ക് കയറ്റുക. 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ കട്ട് ചെയ്ത സാധനം എടുത്താലും ഇപ്പോൾ നമ്മൾ പ്ലാവിൽ നിന്ന് അടത്ത ചക്ക പോലുണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ഒരു ട്രിക്ക്. അത് 1-2 കവറിലോ ബോക്സിലോ ഒക്കെ ആക്കി സ്റ്റോർ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് എടുത്തിട്ട് അതിൻ്റെ കട്ട മാറിയിട്ട് എടുത്ത് വെച്ചിട്ട് വീണ്ടും എടുത്ത് ഫ്രീസറിലൊക്കെ വെച്ചാൽ ചീത്തയാവും. എടുക്കുന്ന സാധനം കുക്ക് ചെയ്യാനായിട്ട് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഓരോ ബോക്സിലാക്കി നമുക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ എത്ര നാൾ, 1 വർഷം വരെ ആ ചക്ക എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുമാതിരി ഒരു വല്ലാതെ ഇരിക്കും കേട്ടോ. ചക്ക മീൻസ് ഇങ്ങനെ ലൂസായിട്ട് ഒരു നമ്മൾക്ക് ചക്ക എന്ന് പറയുമ്പോൾ ഒരു കട്ടിയൊക്കെ ഉണ്ടാവില്ലേ, ആ കട്ടിയില്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞതുപോലെയൊക്കെ ഇരിക്കും. പക്ഷെ നിങ്ങളൊന്ന് വച്ച് നോക്കൂ, എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് പറയുക കേട്ടോ. അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക 1 വർഷം വരെ. കാരണം ചീമ അവിടെ നിന്ന് പഠിക്കുമ്പോൾ അവൾക്ക് അവിടെ ചക്കയൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങ് വരുന്നത് വരെ ചീമ വരുമ്പോൾ ചക്ക സീസൺ അല്ലെങ്കിലോ എന്ന് കരുതിയിട്ട് അമ്മ കിട്ടുന്ന ചക്ക എല്ലാം കട്ട് ചെയ്ത് ഓരോ കിഴി കെട്ടി ഫ്രീസറിൽ വയ്ക്കുമായിരുന്നു. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഒരു കിഴിയെടുത്ത് വെളിയിൽ വെച്ച ശേഷം എങ്ങനെയാണോ കറി വയ്ക്കേണ്ടത് ആ രീതിയിൽ കറി വെച്ചെടുക്കും. അങ്ങനെ ചീമ വന്നപ്പോൾ നിറയെ ചക്കയൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചക്ക കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഞാനും അവിടെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഏട്ടൻ അത് കാണുകയാണെങ്കിൽ കഴിക്കില്ല, കണ്ടില്ല എങ്കിൽ ഇതെവിടെ നിന്ന് ചക്ക കിട്ടി, ചേട്ടാ അവിടെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചതാണ്, നല്ല ചക്കയെന്ന് പറഞ്ഞ് കഴിക്കും കേട്ടോ. പക്ഷെ അത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വയ്ക്കുന്നത് ഏട്ടൻ കണ്ടാൽ തൊട്ട് പോലും നോക്കത്തില്ല. അതങ്ങനെ ഒരു ജന്മം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മീൻമുട്ട കേട്ടോ, അതിനെ കഴുകി വൃത്തിയാക്കി ഞാനങ്ങ് വീട്ടിൽ കൊണ്ടുപോവാണ്. കാരണം വേദയ്ക്കും എനിക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് മസാല എല്ലാം ഇട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് കരുതി. ഈ വലിയ മീൻമുട്ട അധികം കഴിക്കുമ്പോൾ എനിക്ക് വല്ലാതെ ഇങ്ങ് വരും കേട്ടോ. പക്ഷേ കുഞ്ഞു മീൻമുട്ടയാണെങ്കിൽ എത്ര കഴിച്ചാലും എനിക്ക് മതിയാവത്തുമില്ല. അപ്പോൾ എന്തായാലും അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും ഇട്ട് ഞാനങ്ങ് പുരട്ടി വെച്ചു കേട്ടോ. ഇത് പാവയ്ക്ക് ആ സമയം കൊണ്ട് കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു. മീനെല്ലാം ഒരു സൈഡിൽ കിടന്ന് തിളച്ച് പൊങ്ങി മറിയുന്നുണ്ട്. ഇല്ല കേട്ടോ, തിളയ്ക്കുന്നതേ ഉള്ളൂ. ആ സമയം പോയി അമ്മ മറ്റേ കൂന്തലില്ലേ അത് ക്ലീൻ ചെയ്യണം. ആക്ച്വലി അത് നമുക്ക് വേണ്ടി വാങ്ങിയതല്ല, അമ്മ വെച്ച് കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ അടുത്ത ദിവസത്തേക്കെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷെ അമ്മ പറഞ്ഞില്ല, ഇന്ന് തന്നെ വയ്ക്കാം, നമുക്കെല്ലാവർക്കും കൂടി കഴിക്കാം. അമ്മയ്ക്കിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ അപ്പം തന്നെ മിക്കവാറും വെച്ച് കഴിക്കും. മെയിനായിട്ട് അമ്മ മാത്രമായിട്ട് കഴിക്കുമ്പോൾ അത് 2-3 ദിവസം ആ മീൻ അങ്ങനെ കിടക്കും. പിന്നെ അത് ചിലവാകത്തില്ല. അപ്പോൾ പിന്നീട് കഴിക്കാൻ തോന്നത്തില്ല. അപ്പോൾ എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ടാണ് എല്ലാവരും കൂടി ഉള്ളപ്പോൾ തന്നെ എല്ലാം കൂടി വെച്ച് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത മീനാണ് ഈ കണവ. കണവയും അതെ, കൊഞ്ചും അതെ, ഞണ്ടും അതെ. വലിയ താല്പര്യമില്ല. ഞണ്ട് കുറച്ചുകൂടി ഇഷ്ടമാണ്, കൊഞ്ചും കുഴപ്പമില്ല, കുറച്ചുകൂടി ഇഷ്ടമാണ്. ഈ സാധനം എനിക്ക് വലിയ ഒട്ടുമേ താല്പര്യമില്ല. പിന്നെ കഴിക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ കണവ മീൻ. കണവയില്ലല്ലോ, കൂന്തൽ മീൻ. കൊഞ്ചും കഴിക്കുമെന്നേ ഉള്ളൂ, എനിക്കല്ലാതെ വലിയ പ്രിയമില്ല. ഞണ്ട് തോരൻ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അമ്മ വയ്ക്കുന്ന ഞണ്ട് തോരൻ അത് നല്ല ടേസ്റ്റാണ്, അതെനിക്കിഷ്ടമാണ്. ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്താൽ, ചെമ്മീൻ ബിരിയാണി ഒക്കെ ഇഷ്ടമാണ്. ഇത് പിന്നെ എനിക്ക് എന്ത് ചെയ്താലും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇത് ഫ്രൈ ചെയ്താലൊക്കെ പിന്നെയും കഴിക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടെ ചീനിക്കിഴങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ചീനിക്കിഴങ്ങ് അടുപ്പത്തിട്ട് കനലിലിട്ട് ചുടാം. കാരണം വേദയ്ക്ക് ചുട്ടൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചുട്ട ശേഷം വീട്ടിൽ കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ എണീറ്റ ശേഷം കനലിൽ ചുടാം. ഇപ്പോൾ നല്ല തീ കിടപ്പുണ്ട്, തീയിലിട്ടാൽ കരിഞ്ഞു പോവും. ചെറിയ കനലിലിട്ടാൽ കറക്റ്റ് കിട്ടും കേട്ടോ. ഇത് മീൻമുട്ട ഞാൻ മസാല എല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ്. അതിനെ കൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് വേദയ്ക്കും ഞാനും കൂടി പൊരിച്ച് തിന്നാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക കേട്ടോ. നിമിഷ നേരം കൊണ്ട് തന്നെ അമ്മ മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു അമ്മയുടെ മീൻ കട്ടിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ ഇരുന്നുകൊണ്ട് മീൻ കട്ട് ചെയ്യാനായിട്ട്. അമ്മയെ കൊണ്ട്, ഈ കള്ളിക്കാട് അമ്മയെ കൊണ്ടും പറ്റത്തില്ല. ഇങ്ങനെ നമ്മളെ
നമ്മളിപ്പോൾ കൈ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അമ്മയെ കൊണ്ടും പറ്റത്തില്ല. അമ്മയ്ക്ക് ഒരു മുളക് അരിയണമെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് അരിയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് ശീലിക്കുന്നത് പോലെ ഇരിക്കും ബാക്കി ചെയ്യുന്നത് അല്ലേ. ഇവിടെ തേങ്ങ ചിരണ്ടുന്ന സാധനം ഇരുന്നുകൊണ്ട് ചെയ്യുന്നതാട്ടോ. എനിക്കതിൽ ഒട്ടുമേ ഞാൻ ഇവിടെ വന്ന തേങ്ങ ചിരണ്ടത്തില്ല. നിന്നുകൊണ്ടാണെങ്കിലും ചെയ്യും, പക്ഷെ അത് അമ്മയ്ക്ക് വാക്കുണ്ടാവത്തില്ല. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. എന്തായാലും കൊള്ളില്ല എന്ന് പറഞ്ഞ മീൻ കറിയെല്ലാം വെച്ച് വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അയ്യോ മീൻ വാങ്ങിയതിൽ കുറഞ്ഞു പോയി എന്നുള്ള വിഷമമില്ല. കാരണം ഇത് ധാരാളം, നമുക്ക് 3 പേർക്കും ഒരു നേരം കഴിക്കാൻ ധാരാളം. പിന്നെ വേണമെങ്കിൽ അമ്മയ്ക്ക് വൈകുന്നേരം കഴിക്കാനും ഉണ്ടാവും. പിന്നെ അതേ കൂന്തലും കൊണ്ട് ചക്കയുണ്ട്, എല്ലാം കൂടി ആകുമ്പോൾ ഒക്കെ ആവും കേട്ടോ. ഞാനാണെങ്കിൽ വന്ന സമയം മുതൽ മിക്സ്ചറും കപ്പലണ്ടി അതും ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നില്ലേ, അതിനെ തന്നെ ഞാൻ തന്നെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വന്ന സമയം മുതൽ. അപ്പോൾ ഏട്ടൻ ചോദിക്കേണ്ടത് ഇതെല്ലാം നീ വാരി കയറ്റിക്കൊണ്ടിരുന്നാൽ ഉച്ചയ്ക്ക് നിനക്ക് ചോറ് കഴിക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോറ് കഴിക്കാം, അതിനുള്ള സ്പേസ് ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. മീനെല്ലാം വെച്ചു. മീനിനൊരു സൈഡിലേക്ക് മാറ്റിയ ശേഷം ദേ പാവയ്ക്ക് അടുപ്പത്തിട്ടേക്കാണ്. ഞാൻ അരിഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനാണെങ്കിൽ ചെറുതായിട്ടായിരിക്കും, 4ആയിട്ടായിരിക്കും, 3ആയിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് അരിഞ്ഞത്, പക്ഷേ ആ ഒരു ഇത് കിട്ടിയില്ല. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ സ്ലൈസറും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ വെച്ചങ്ങ് സ്മൂത്തായിട്ട് ചെയ്യും. ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കൈക്ക് യഥമുള്ള സാധനം തന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ കത്തി തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സുഖമാണ്. ആ കത്തിയായിരിക്കില്ല ഇവിടെ ഇരിക്കുന്നത്, അതിൻ്റേതായ ചെറിയ ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അപ്പോഴേക്കും കണവയിലിടാനായിട്ട്, കൂന്തലിടാനായിട്ട് ഇഞ്ചി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ താഴെ വയലിൽ ചെന്നിട്ട് കുറച്ച് ഇഞ്ചിയെല്ലാം എടുത്തിട്ട് വന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ വീട്ടിലെ ഇഞ്ചിയാണ്. അതിനെ കഴുകി ചെത്തിയെടുത്ത് ദേ ഇതിലേക്ക് ഇടുകയാണ് കണവ. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല, ഞാൻ ഇങ്ങനെ വച്ചിട്ടില്ല. ഞാൻ വച്ചിട്ടുണ്ട്, കുക്കറിലിട്ട് വേവിച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ആക്കി എടുത്തതാണ്. പക്ഷേ ഇതങ്ങനെയല്ല, കുക്കറിലിട്ട് വേവിക്കാണ്ട് കണവ എടുത്തു. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു നുള്ള നാരങ്ങ നീരൂടി വേണേലും ഒഴിക്കുക. എന്നിട്ട് ചട്ടിയിൽ കടുക് പൊട്ടിക്കുക. പൊട്ടിച്ച ശേഷം ഈ കൂന്തലെല്ലാം മൂടി വെച്ച് വേവിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ കൂന്തൽ റോസ്റ്റ് പോലൊരു കറി, ഒരു സാധനം. ഫ്രൈ അല്ല, റോസ്റ്റ്. ഫ്രൈ ആയിട്ടും വേണമെങ്കിൽ കുറച്ച് സമയം ഇട്ടിരുന്നാലാവും കേട്ടോ. അല്ല റോസ്റ്റായിട്ട് വേണമെങ്കിൽ റോസ്റ്റായിട്ട് എടുക്കാം. ആ സാധനവും അപ്പോൾ പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഞാനാണെങ്കിൽ കുക്കറിലൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. അമ്മയുടെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന സാധനം ഞാൻ വാങ്ങിക്കൊടുത്തതാട്ടോ. അന്ന് നമ്മൾ വാങ്ങിയില്ല ഒരു സ്റ്റാൻഡ്, പാത്ര സ്റ്റാൻഡ്. ആ സ്റ്റാൻഡാട്ടോ അവിടെ ഇരിക്കുന്നത്. ഇപ്പം എന്ത് നീറ്റായിട്ട് ഇരിക്കുന്നു എന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഇവിടെ എവിടെ നോക്കിയാലും പാത്രവും ചട്ടിയും കലവും ഒക്കെ ആയിരുന്നു കേട്ടോ. കുറച്ചൊക്കെ പാത്രങ്ങൾ അവിടെ വയ്ക്കാനുള്ളൊരു സൗകര്യം റെഡി ആയിട്ടുണ്ട്. കൊള്ളാം അല്ലേ? അപ്പോൾ കുറേ സമയം പാവയ്ക്ക ഇട്ട് ഇളക്കി പാവയ്ക്ക വെന്ത് വന്നു കേട്ടോ. ഞാൻ അരിഞ്ഞതിൻ്റെ കുഴപ്പമെന്നാണ് അമ്മ അവകാശപ്പെടുന്നത്. പക്ഷെ ഉണ്ട് കേട്ടോ, നമ്മൾ കട്ട് ചെയ്യുന്നതിലും ഉണ്ട് രുചി വ്യത്യാസം. ഇപ്പം നമ്മൾ സവോളയൊക്കെ സ്ലൈസായിട്ട് എടുക്കുന്നതും ഓരോ കറിക്കും ഓരോ രീതിയിൽ അരിഞ്ഞെടുക്കുന്നത് അതിൻ്റേതായ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് എനിക്കും മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും കുറേയേറെ സമയം നിന്നപ്പോഴേക്കും ആ പാവയ്ക്ക റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇന്നലത്തെ എന്തോ ഉരുളക്കിഴങ്ങ് കറി എന്നാണ് പറഞ്ഞത്. കറിയല്ല, പെരട്ടെന്തോ ആണ് കേട്ടോ. ഇത് ഏട്ടൻ വീഡിയോ എടുത്തതാണ്. തേങ്ങാക്കലവറയെന്ന്, ഏട്ടൻ്റെ വീട്ടിലെ തേങ്ങാക്കലവറയെന്ന് പറഞ്ഞ് കാണിച്ചതാണ്. ഇപ്പം തേങ്ങ പോയിട്ട് മാങ്ങയില്ല, ഒന്നുമില്ല കേട്ടോ, ചക്കയില്ല, ഒന്നുമില്ല. കുറേ റബ്ബറെല്ലാം നിൽപ്പുണ്ട്. ആ റബ്ബറെല്ലാം കയറി വന്നപ്പോൾ തെങ്ങുമില്ല, മാവുമില്ല, പ്ലാവുമില്ല, എല്ലാം നശിച്ചു പോയി. എന്തിനേറെ പറയുന്നു, ഒരു മുളക് തൈ പോലും കാണാനില്ല കേട്ടോ. നമ്മുടെ പണ്ടത്തെ കള്ളിക്കാട് വീഡിയോസ് നിങ്ങളെടുത്ത് നോക്കിയാൽ അറിയാമല്ലേ. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണേ. എൻ്റെ അമ്മ വീട്ടിൻ്റെ മുന്നിൽ വരെ മരം പോലെ നിന്ന മുളക് തൈ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരൊറ്റൊരെണ്ണം കണി കാണാൻ പോലും കേട്ടോ ഇല്ല കേട്ടോ. അത്രയ്ക്ക് രസമായിട്ട് ഏത് വീഡിയോ നോക്കിയാലും അറിയാം, അതിൽ ഫുള്ള് എവിടെ നോക്കിയാലും മുളകായിരുന്നു. ഉടങ്കല്ലി മുളകും കാന്താരി മുളകും എൻ്റെ അമ്മ എന്തെല്ലാം വെറൈറ്റി മുളകുണ്ടായിരുന്നു. ഇപ്പോൾ ഒരൊറ്റൊരെണ്ണം ഇല്ല കേട്ടോ. കണ്ണ് വെച്ചതുപോലെ ഒരെണ്ണം പോലും ഇല്ലാണ്ട് ചെയ്തായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ചീനിക്കിഴങ്ങ് ചുടുന്ന കാര്യം. അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മ 2-3 ഇതൊക്കെ എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഒരു 2 കുഞ്ഞ് പീസ് ഒന്ന് ചുട്ടാൽ മതി. ചിലപ്പോൾ വേദ ഇനി കഴിച്ചില്ലെങ്കിലോ. ഈ കപ്പയൊക്കെ വേദയ്ക്ക് പണ്ടിങ്ങനെ ചുട്ടു കൊടുക്കായിരുന്നു. വേദ കുഞ്ഞായിരിക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കപ്പ. പിന്നെ ഇവിടെ വരുമ്പോൾ അപ്പം കൊണ്ടുവന്ന് ചക്കക്കുരു അതും ഇതൊക്കെ ഇങ്ങനെ ചുട്ട് കൊടുക്കും കേട്ടോ. അതൊക്കെ അറിയാം. അപ്പം ഞാൻ കരുതി ചുട്ട് വേദയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുപ്പത്ത് ഇങ്ങനെ കനലിൽ ഇട്ടേക്കാണ്. ഒരു ദിവസം ഇതുപോലെ എന്തോ ഇട്ടിട്ട് പിന്നീട് ഇതുപോലെ എന്തോ സാധനം ചക്കക്കുരു ആണെന്ന് തോന്നുന്നു കരിഞ്ഞു പോയി, മറന്നുപോയി അതിനെപ്പറ്റി. അതുകൊണ്ട് ഇതിട്ടപ്പോഴേക്കും ഞാൻ ഓർമ്മിച്ചു, മറക്കല്ലേ ഇത് മറക്കല്ലേ എന്ന് ഓർമ്മിച്ചു. പക്ഷെ കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മറന്നു. പക്ഷെ അമ്മ ഓർമ്മിച്ചതിനെ മാറ്റി വെച്ച കേട്ടോ.
ഇത് അച്ഛൻ തേങ്ങ എല്ലാം പൊതിച്ച് തരുവാണ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. ഇവിടെ എപ്പോഴും വന്നാലും ആകെ ഇനി ബാക്കിയുള്ളത് ഈ തേങ്ങ മാത്രമാണ് കേട്ടോ. ബാക്കിയെല്ലാം നശിച്ചു പോയി. അപ്പോൾ ഈ തേങ്ങ വരുമ്പോഴെല്ലാം കൊണ്ടുപോകും. ഇതും ഏകദേശം ഇതിൻ്റെ കാര്യത്തിലും തീരുമാനം ആവാറായി കേട്ടോ. തേങ്ങയൊക്കെ ഈ റബ്ബർ കയറി വന്നപ്പോൾ തെങ്ങും എല്ലാം ഒക്കെ പോയി. ഇപ്പോൾ വളരെ കുറച്ച് തേങ്ങയൊക്കെ മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ തേങ്ങ ആട്ടി എണ്ണയൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്നുമില്ല, അത്രയ്ക്കും വേണ്ടി തേങ്ങയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ ഇവിടെ നിന്നാണ് കൊണ്ടുപോകാറ്. തേങ്ങയൊക്കെ വാങ്ങി കാലം മറന്നു കേട്ടോ. വാങ്ങാറേ ഇല്ല, ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും തേങ്ങ കൊണ്ടുപോകാറ്. പിന്നെ ചിലപ്പോൾ കൊണ്ടുപോയിട്ട് തീർന്നു പോവുകയാണെങ്കിൽ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തെവിടെയെങ്കിലും പോയി വാങ്ങുമെന്നല്ലാണ്ട് മിക്കവാറും ഇവിടുത്തെ തേങ്ങ തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാറ്. പിന്നെ അച്ഛൻ ഇങ്ങനെ വെട്ടിപ്പൊളിച്ചൊക്കെ തരും കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് വലിയ പാടില്ല. അവിടെ ചെന്നിട്ട് ഇത് ആരും പൊളിച്ച് തരും. ഏട്ടനാണെങ്കിൽ ഇതിനോടൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല കേട്ടോ. അതും എൻ്റെ തലയ്ക്കാവും. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ പൊതിച്ച് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ പൊതിച്ചിട്ട് കൊണ്ടുപോയാൽ അധിക ദിവസം തേങ്ങ ഇരിക്കത്തുമില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും ഞാനത് സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഇതേ നമ്മുടെ ചീനിക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാനൊരെണ്ണം ഇങ്ങനെ കഴിച്ച് നോക്കുകയാണ്. ആഫ്രിക്കൻ ചീനിക്കിഴങ്ങ് എന്നൊക്കെ പറഞ്ഞാണ് ചേട്ടൻ തന്നത്. ഇത് നമ്മുടെ സാധാ ചീനിക്കിഴങ്ങ് പോലെ തന്നെയാണ്. അത്ര പോലും ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആഫ്രിക്കൻ ചീനിക്കിഴങ്ങ്. മധുരമൊക്കെ ഉണ്ട്, പക്ഷേ അകത്ത് അതിൻ്റെ ഫ്ലഷ് കുറവ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. അതിന് ചുട്ടത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വേറെ പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ വേദയ്ക്കുള്ള ചീനിക്കിഴങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും പാവയ്ക്കയും റെഡിയായി. പാവയ്ക്ക റെഡിയായ ശേഷം ആ പാത്രം തന്നെ കഴുകിയിട്ട് അതിൽ കുറച്ച് എണ്ണയെല്ലാം ഒഴിച്ച് കുറച്ച് കടുകെല്ലാം പൊട്ടിച്ച ശേഷം നേരത്തെ പുരട്ടി വെച്ചിരുന്ന കണവ, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു നുള്ളു നാരങ്ങ നീര്, പിന്നെ കുറച്ച് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് പുരട്ടി വെച്ചിരുന്ന നമ്മുടെ കണവയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വച്ചിരുന്ന ആ ഇത് ഈ കടുക് പൊട്ടിച്ച് ഈ പാത്രത്തിലേക്കിട്ട് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ആ കണവ വെന്ത് കിട്ടി. അതെങ്ങനെ വെന്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കുക്കറിൽ ഇവിടെ 3-4 വിസിലൊക്കെ കേൾപ്പിച്ചിട്ടാട്ടോ കണവ വേവിക്കുന്നത്. പിന്നെ അമ്മ പറയുന്നുണ്ട് ചില നല്ല കണവയാണെങ്കിൽ പെട്ടെന്ന് വേവും, അല്ലെങ്കിൽ കുഞ്ഞു കണവയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേവും, കുക്കറിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു 5-10 മിനിറ്റിനുള്ളിൽ എന്തായാലും ഈ കണവ നന്നായിട്ട് വെന്ത് കിട്ടി. അതുപോലെ പിന്നെ ഈ വെന്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം അടുപ്പത്തിട്ടിരുന്നാലും ഈ കണവായാലും കൊഞ്ചായാലും ഒക്കെ റബ്ബർ പോലെ ആവും കേട്ടോ. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കൊഞ്ചും കണവയൊക്കെ കറക്റ്റ് വേവിന് വേവിച്ചെടുക്കുക, അങ്ങനെ ഒരു പരിപാടിയുണ്ട് കേട്ടോ. അതിലാണ് കാര്യം. അപ്പോൾ എന്തായാലും അത് അടുപ്പത്തിട്ടതിനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും അച്ഛൻ ചോറ് കഴിക്കാനായിട്ട് വന്നു. ഇന്ന് വേദയില്ല. വേദ ഉണ്ടെങ്കിൽ അപ്പനും മോളും കൂടി ഒരുമിച്ചാണ് കഴിക്കുന്നത്. ഇന്ന് അച്ഛൻ പഴങ്കഞ്ഞി കേട്ടോ കുടിച്ചത്. പഴങ്കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് പഴങ്കഞ്ഞിയാണ് കുടിച്ചത്. വീണ് കിട്ടിയ ചാൻസിൽ ഞാൻ ഏട്ടൻ്റെ ഒരു വീഡിയോ എടുത്തു കേട്ടോ. അത് അറിഞ്ഞില്ല ഞാൻ നേരത്തെ വീഡിയോ എടുത്തത്. ഇപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും തിരിഞ്ഞങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. പിന്നെ അച്ഛൻ ഈ മീനും കണവയും ചൂരയൊന്നും വേണ്ടാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിച്ചോളും കേട്ടോ. അച്ഛന് പഴങ്കഞ്ഞിയും തൈരോ രസമോ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി അച്ഛൻ കഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കണവയെല്ലാം അടുപ്പത്തിട്ട ശേഷം നമ്മൾ നേരെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗീത ചേച്ചി നമുക്ക് വാങ്ങി തന്ന ഡ്രസ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അച്ഛനും അമ്മയൊന്നും കണ്ടില്ല. അച്ഛനല്ല, മെയിൻലി അമ്മ കണ്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എൻ്റെ സാരിയും വേദയുടെ സ്കേർട്ട് ആൻഡ് ബ്ലൗസിന് എടുത്ത സാരിയും ഏട്ടൻ്റെ ഷർട്ടും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അതുകൂടി എടുത്തിട്ട് വന്നായിരുന്നു കേട്ടോ. അതെ, നോക്കിയൊരു പുതിയൊരു അതിഥി, ഒരു ചാര് കസേരല്ലേ ഇത്. പ്രകാശേട്ടൻ അവിടെ കിടന്നത് എടുത്തുകൊണ്ട് വന്നതാട്ടോ. നമ്മുടെ നെട്ടയം വീട്ടിലും ഇതുപോലൊരു പുരാവസ്തു കിടപ്പുണ്ട്. അത് ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല. പക്ഷെ അത് കൊള്ളാം കേട്ടോ. ഒന്ന് പൊടി തട്ടി എടുത്താൽ നമ്മുടെ ഇവിടെ എൻ്റെ വീട്ടിലിടാൻ കൊള്ളാം, തിരുമല വീട്ടിൽ. അതിനിങ്ങ് എടുത്തുകൊണ്ട് വരണം. അത് അച്ഛനൊക്കെ ഉപയോഗിച്ചിരുന്നതാട്ടോ. അതുകൊണ്ട് ഞാനും ചീമയൊക്കെ അതിന് അപ്പൂപ്പൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അപ്പൂപ്പനെ നമ്മുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട് ഇത് കണ്ടപ്പോഴേക്കും. അപ്പോഴേ ഇതാണ് നമ്മുടെ സാരി, വേദയ്ക്ക് എടുത്ത സാരി അതാട്ടോ. ഇത് എൻ്റെ സാരി, ഞാനെടുത്ത സാരി. ഞാനും വേദയും ട്വിന്നിങ് ആണ്. അത്ര മാച്ചല്ലെങ്കിലും ഏകദേശം ഓൾമോസ്റ്റ് ആ ഒരു മാച്ചിങ് കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ സാരി ആ ഒരു ഗ്രീൻ ഷെയ്ഡും, ഗ്രീനല്ല ഒരു പീക്കോക്ക് ഷെയ്ഡാട്ടോ വേദയുടെ സാരിയുടെ കളർ കോൺട്രാസ്റ്റ് വരുന്നത്. ബ്ലൂവിലൊരു പീക്കോക്ക് ഷെയ്ഡ് പോലെയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ സാരി ഇതാണ്.
ഇത് ഏട്ടൻ്റെ ഷർട്ട് കേട്ടോ, ഷർട്ടും മുണ്ടും. ഒരു ഷർട്ട് എടുത്തപ്പോൾ ഒരു ഷർട്ട് ഫ്രീ കിട്ടി. അപ്പോൾ അതിൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെയാണ്. അമ്മയ്ക്ക് കണ്ടിട്ട് ആ ഷർട്ട് ഇഷ്ടമായില്ലല്ലോ, അയ്യോ ഇതെന്തോന്ന് എടുത്ത് വെച്ചിരിക്കുന്നതെന്നാണ് അമ്മ ചോദിച്ചത്. ഇത് ഏട്ടൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ്. നമ്മൾ ആരും ഇതിൽ അഭിപ്രായം പറയത്തുമില്ല. നമ്മൾ ആരും നമ്മുടെ ഇഷ്ടത്തിന് എടുത്ത് കൊടുത്താൽ ഏട്ടനോട്ട് ഇടത്തുമില്ല കേട്ടോ. അതുകൊണ്ട് എന്തോ കാട്ടി കൂട്ടട്ടെ, നമുക്കതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളാണ് എടുത്ത് കൊടുത്തതെന്ന് പറഞ്ഞിട്ടൊരു പരാതി ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെ മുണ്ടും ഷർട്ടും ഒക്കെ കാണിച്ച ശേഷം അതിനെല്ലാം കൊണ്ടുവച്ചിട്ട് ഞാനും അമ്മയും ഏട്ടനും കൂടി കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയം ഇരുന്ന് കേട്ടോ. അച്ഛൻ പോയി കിടന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അച്ഛൻ കിടക്കാൻ നിന്നപ്പോഴാണ് ഡ്രസ്സ് കൂടെ കണ്ടിട്ട് പോയി കിടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ച് നിർത്തിയിരുന്നത്. ഡ്രസ്സ് കണ്ടു കഴിഞ്ഞത് അച്ഛൻ പോയി കിടന്നു. ഇവിടെ ഇരുന്നിട്ടും വേറെ കാര്യങ്ങളൊന്നും നേടാനില്ലല്ലോ. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പോവും. വേറെ സ്കൂളിൽ നിന്ന് 2:30 ആകുമ്പോൾ എത്തും. അപ്പോഴേക്കും തിരിച്ച് വീടെത്തണം. കുറച്ച് സമയം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്താണ് അതിനും വേണ്ടി ഇത്രയ്ക്ക് പറയാനിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എന്തൊക്കെയോ ഉണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത കുറേ കാര്യങ്ങളാണ്, കുറേ ഏറെ കാര്യങ്ങൾ. അപ്പോൾ ചാരു കസേര അങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു കൊതി അതിൽ കയറി ഇരിക്കാനായിട്ട്. എന്നാൽ പിന്നെ ഞാൻ അതിൽ കയറി ഇരിക്കാമെന്ന് കരുതി. ഏട്ടൻ അമ്മയോട് പറഞ്ഞ് കയറി ഇരി നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആരും വിഷമിക്കേണ്ട, ഞാനിരുന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാലും നമ്മുടെ നെട്ടയും വീട്ടിലൊരെണ്ണം കിടക്കുന്നത് അതിനെ കണ്ടാൽ തിരിഞ്ഞു പോലും നോക്കില്ല കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകത്തോടെയൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. ഇത് പോളിഷൊക്കെ ചെയ്തിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളവിടെ പോളിഷൊക്കെ ചെയ്ത് അച്ഛൻ ഇട്ടേക്കാൻ തോന്നുന്നു. അതിലിപ്പോൾ ആരും കിടക്കാറില്ല കേട്ടോ. അത് ഒന്നാമത് നെട്ടിയത് സ്ഥലമില്ല അത് കൊണ്ടിടാനായിട്ട്. നമ്മുടെ അവിടെ ആണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. കൊണ്ടുവന്ന് ഇടാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെയൊക്കെ എവിടെയെങ്കിലും പറക്കി മാറ്റി മാറ്റി വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനത് അതിൽ സുഖം പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇല എടുക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല എടുക്കാമല്ലേ. അപ്പോൾ ഇല എടുത്താൽ നമുക്ക് കുറച്ച് വിശാലമായിട്ടിരുന്ന് കഴിക്കാൻ, പാത്രം കഴുകണ്ട. അങ്ങനെ രണ്ടുണ്ട് ഗുണം. അങ്ങനെ അമ്മ ഇല എടുക്കാൻ പോകണം. ഏട്ടൻ എന്നോട് പറഞ്ഞു വാ ഇല എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നിനും വയ്യ, ഞാൻ ഈ വീട്ടിലെ ഗസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അനങ്ങത്തില്ല, അമ്മ പോയി എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. മെയിൻലി എനിക്ക് കൈയൊന്നും എത്തത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാഴയിൽ നിന്ന് എടുക്കാനായിട്ട് പോകാത്തത്. അത് മിക്കവാറും പൊക്കത്തായിരിക്കും നിൽക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല എടുക്കാൻ പോയാൽ. പിന്നെ ഇതേ ഇവിടെ കൂടെയൊക്കെ ചാടി ഓടിയൊക്കെ അങ്ങ് നടന്നൊക്കെ പോകണം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാനങ്ങ് മടിച്ചു എന്നേ ഉള്ളൂ. ഓ, റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് വെട്ടിയ പാലും ഷീറ്റും ഒക്കെ നോക്കിക്കേ, എന്തോരം ഷീറ്റാണെന്ന് നോക്കിക്കേ. ഒരു ഷീറ്റുണ്ട് കേട്ടോ, ഇതിനെ റബ്ബർ ഷീറ്റ് അടിക്കാൻ പോകണം. അതൊക്കെ അച്ഛനെങ്ങാനും ചെയ്യും കേട്ടോ, അല്ല ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളാരും പോവേണ്ട ആവശ്യമില്ല. ഇവിടെ നിൽക്കുകയാണല്ലേ ഏട്ടൻ നാൾ പോയി റബ്ബർ ഷീറ്റൊക്കെ അടിച്ചിട്ട് വന്ന കേട്ടോ. ഏട്ടനും ദീപ ചേച്ചിയൊക്കെ അന്നൊരു ദിവസം ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ പോയി റബ്ബർ ഷീറ്റെല്ലാം അടിച്ചിട്ട് വരുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അതേ ഇങ്ങനെ ഇതിനെയൊക്കെ മാറ്റി ഇതുവഴി ഇങ്ങനെ നടന്ന് ഈ ഓടയൊക്കെ നോക്കി ഇങ്ങനെ പോകണം. അത് വലിയ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ വാഴയിലെടുക്കാൻ പോവാത്തത്. ഇപ്പം ആക്ച്വലി ഒരു 2-3 വാഴയില മതി, കാരണം നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അച്ഛൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ആയാൽ അമ്മയും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് വാഴയിലൊന്നും വേണമെന്നില്ല. ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ട് അങ്ങ് കഴുകി കളയാമല്ലോ. ഇത് മെയിനായിട്ട് ഞങ്ങൾ ജോലി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, പാത്രം കഴുകുന്ന പാട് മാറ്റി വയ്ക്കാനാണ് വാഴയില എടുക്കുന്നത് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. റബ്ബറെല്ലാം വെട്ടി അതിൽ പാലെല്ലാം വീണുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും എടുക്കുന്നത് കേട്ടോ. ഈ വാഴയിലൊക്കെ വെട്ടുന്നത് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ്. പക്ഷെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അവിടുത്തെ നാട്ടും പുറവും നാട്ടും പ്രദേശത്തെ കാര്യങ്ങളും ഇങ്ങനെ വാഴയില വെട്ടുന്നതും അമ്മമ്മയും വെട്ടുന്നതും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ ഒരു കാര്യങ്ങൾ തന്നെ ഇടുന്നത് കേട്ടോ. മഞ്ഞൾ കൃഷി, ഇഞ്ചി കൃഷി, എല്ലാ കൃഷികളും ഉണ്ട്. മഞ്ഞളൊക്കെ ഇവിടെ പൊടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ മുളകും കാര്യങ്ങളും ഒക്കെ പോയി. പിന്നെ പന്നിയുടെ ശല്യവും അത്യാവശ്യം നല്ല രീതിയിലുള്ളത് കൊണ്ട് വാഴയൊക്കെ നട്ടാലും കിട്ടുന്ന കാര്യം പാടാണ്. പക്ഷേ എങ്കിൽ അച്ഛൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഇപ്പോൾ പന്നി കുരങ്ങനൊന്നും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഇവിടെ മയിൽ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ അമ്മ മീനൊക്കെ വെട്ടിക്കൊണ്ടിരുന്നില്ലേ, അവിടെ മയിൽ നിൽപ്പുണ്ടായിരുന്നു. കുറേ സമയമായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ അമ്മ ചോറൊക്കെ ഇട്ട് കൊടുത്തത് കാണിച്ചത്, ഞാൻ മയിലിന് ചോറിട്ട് കൊടുത്തതെന്ന് പറഞ്ഞ് അവിടെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിലൊക്കെ കുറേ സമയം നിന്നിട്ടാണ് പോയതെന്ന്. ഇവിടെ ദിവസവും മയിൽ വരാറുണ്ട്. അമ്മ ചോറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ മയിലിന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നു. നമ്മൾ എവിടെ പോയിട്ടിങ്ങനെ വന്നപ്പോൾ മയിലങ്ങ് ആ ഓൾഗയുടെയൊക്കെ വീടിൻ്റെ ആ സൈഡിലേക്ക് അങ്ങ് നടന്നങ്ങ് പോയി. പിന്നെ നമ്മൾ പിറകെ പോയപ്പോൾ അതങ്ങ് പോയി കേട്ടോ. അത് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ കളിക്കാട് വന്നപ്പോൾ ഉള്ള വീഡിയോയിൽ ഒരു ചെറിയൊരു മിന്നായം പോലെ മയിലിനെ കണ്ടായിരുന്നു. എന്തായാലും വാഴയിലെല്ലാം എടുത്തിട്ട് വന്നപ്പോഴേക്കും വിശപ്പടിച്ചു. 1 മണിയൊക്കെ ആയി. ഇനി നമുക്ക് ഒരു ഊണ് കഴിച്ചാലോ. ഊണൂടെ കഴിച്ചാലും നേരെ നമ്മൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ ചോറും എല്ലാ സാധനങ്ങളും ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചിട്ടാണ് കഴിക്കുന്നത്. അത് ആർക്കൊക്കെയോ അതൊരു ഭംഗിക്കുറവ് പോലെ തോന്നി എന്ന് പറഞ്ഞു.
ഇതിപ്പോൾ നമ്മൾ വേറെ ആരും അല്ലല്ലോ, നമ്മൾ വീട്ടിലെ ആൾക്കാർ തന്നെയല്ലേ. അതിലിപ്പോൾ ഇത്രയും നമ്മളൊക്കെ ഇങ്ങനെ സാധാരണപ്പെട്ട ആൾക്കാരാണെന്നേ, അതുകൊണ്ട് വലിയ ആഡംബരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മേശപ്പുറത്ത് തന്നെ പാത്രങ്ങളെല്ലാം കൊണ്ടുവച്ച് കോരി കഴിക്കുന്നത്. അതാകുമ്പോൾ ആവശ്യാനുസരണം ആർക്ക് വേണോ എങ്ങനെ വേണോ കോരിയിട്ടൊക്കെ കഴിക്കാമല്ലോ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ അതിലൊരു വൃത്തികേട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരു സാധാരണപ്പെട്ട ആൾക്കാരുടെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പച്ച പാത്രത്തോട് കൊണ്ടുവന്ന് ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു സാധാരണ വീട്ടിലെ കാര്യം കേട്ടോ പറഞ്ഞത്. പിന്നെ വലിയ വലിയ വീടുകളും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ മീൻചട്ടിയും കലവും പാത്രങ്ങളൊന്നും കൊണ്ട് വയ്ക്കത്തില്ല. ഇത് നമ്മുടെ വീട്ടിലുള്ളവർ നമ്മൾ മാത്രം, അതുകൊണ്ടാട്ടോ ഇങ്ങനെ. അപ്പോൾ എന്തായാലും കപ്പയും പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും അത് ഞാനെടുത്തില്ല കേട്ടോ. കണവ റോസ്റ്റും, കപ്പയല്ലല്ലോ, സോറി, കഥ മാറിപ്പോയി. ചക്കയും പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും കണവ റോസ്റ്റും നല്ല ഉടങ്കല്ലി മുളകും പച്ച മാങ്ങയും മുരിങ്ങക്കായും കൂടി ഇട്ടിട്ട് പച്ചയ്ക്ക് അരച്ച് വെച്ച ചൂര മീൻ കറി. വേറെ എന്തോന്ന് വേണം മക്കളെ, ലേശം ചോറും കൂടി. ഇനി ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചൊന്ന് കഴിച്ചു നോക്കുക. ദേ ഈ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വായിൽ കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് വയറ് പൊട്ടുന്ന രീതിയിൽ കഴിച്ചതാണ്. എന്നിട്ടും ദേ ഈ വോയിസ് ഓവർ ചെയ്തപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വായിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നേ. മീനിൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ വച്ചപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വേറെ ചെവയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചോറും മുളകും മാങ്ങയും നമ്മുടെ ചക്കയും മീനും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് കഴിച്ചു കേട്ടോ. കണവ ഞാൻ ലേശം എടുത്തുള്ളൂ, എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കാനായിട്ടായിരുന്നു. പക്ഷെ കണവയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ഉച്ച ഊണ് ഗംഭീരം, സൂപ്പർ. കുറേ ദിവസമായിട്ട് ചക്കയൊക്കെ കൂട്ടി കഴിച്ചിട്ട് ചക്കയും മീൻകറി. ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കപ്പയും മീൻകറിയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അതും നല്ല ഊണായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കുറേ ദിവസമായില്ലേ നെട്ടയും വീഡിയോ ഒക്കെ വന്നിട്ട്. നമുക്ക് ആ വീഡിയോസൊക്കെ ഇടാൻ കേട്ടോ. ഞാൻ കുറച്ച് ഏറെ തിരക്കുകളിലാണ്. ആ തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയുന്നതായിരിക്കും. എന്തായാലും ഊണെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് സമയം കൂടി ഇരുന്ന് കാര്യമെല്ലാം പറഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങി. 1:45 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇറങ്ങി. 2:30 ആകുമ്പോൾ വേദ വരുമല്ലോ. അതുകൊണ്ട് നേരത്തെ അല്ല, 1:45 ആയപ്പോഴേക്കും കുറച്ചേറെ സാധനങ്ങളും വാരിക്കെട്ടി പോവാണ്. മീൻമുട്ട, പിന്നെ തേങ്ങ, പിന്നെ ഞാൻ രേവതി ബേക്കറിയിൽ നിന്ന് വാങ്ങിയ മിക്സ്ചർ പോലുള്ള കാര്യങ്ങൾ, എൻ്റെ ചാർജർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ചക്ക മിനിയാൻറ്റിക്ക് കൊടുക്കാനായിട്ട് ചക്ക എല്ലാം കൊണ്ട് പോവാണ്. വേറെ മീൻകറിയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. എന്തായാലും സാധനങ്ങളെല്ലാം വാരി കെട്ടിപ്പറക്കിതേ പോവുകയാണ്. ഇവിടെ വരുമ്പോഴും കൈ നിറച്ച സാധനം, പോകുമ്പോഴും കൈ നിറച്ച സാധനമായിട്ടാണ് പോകുന്നത്. അമ്മ പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു. നമുക്കവിടെ അധികം പച്ചക്കറികളൊന്നും ചിലവില്ലാത്തത് കൊണ്ട് അധികമൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനാണ് കേട്ടോ ഒന്ന് കാർ ഡ്രൈവ് ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, എന്നോട് ഡ്രൈവ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ കാറും എടുത്ത് നേരെ വീട്ടിൽ ചെന്നതും വേദ വരാനുള്ള സമയമായി. അപ്പോൾ വേദ വരുമ്പോൾ മീൻമുട്ട എല്ലാം ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ മീൻമുട്ട ഫ്രൈ ചെയ്യാനായിട്ടിട്ടു. നിറയെ എണ്ണ വേണ്ടി വന്നു കേട്ടോ ഈ മീൻമുട്ട ഫ്രൈ ചെയ്യാനായിട്ട്. ഇത്രയും വലിയ മീൻമുട്ട ഫ്രൈ ചെയ്യുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അവിടെ നെട്ടയത്തൊക്കെ മിക്കവാറും മീൻ വാങ്ങുമ്പോൾ ഇതുപോലെ വലിയ മീൻമുട്ടയൊക്കെ ഉണ്ടാവും. നമ്മുടെ അച്ചാറിനൊക്കെ വാങ്ങുമ്പോൾ നിറയെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനെ അമ്മ ഫ്രൈ ചെയ്ത് തരാറാണ് പതിവ്. നമ്മളങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മീൻമുട്ട ഫ്രൈ ചെയ്യുന്നത്. പക്ഷെ നിറയെ എണ്ണയെല്ലാം വേണ്ടി വന്നു. ഇതിനെ ഞാൻ പൊടിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അധികം ആയപ്പോൾ എനിക്ക് ഒരുപാട് കഴിച്ചപ്പോൾ വല്ലാതെ ഇങ്ങനെ വന്നേ. വേദയും കഴിച്ചായിരുന്നു. ഞാനും വേദയും കൂടി തന്നെ കഴിച്ചത്. ഒരുപാടായപ്പോൾ ഒരു വയറെല്ലാം ഫുള്ളായി എന്തോ പോലെയൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ അതിനർത്ഥം അധികമായാൽ അമൃതും വിഷം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം തന്നെയാണ്. കുറേയേറെ എണ്ണ ഒഴിച്ചിട്ടും ആ മീൻമുട്ടയ്ക്ക് മതിയാകുന്നില്ല കേട്ടോ, തികയുന്നില്ല. ഞാൻ അവസാനം മുട്ട ചിക്കൻ പോലെ വനെ പൊടിച്ചെടുത്തു. അപ്പോഴാണ് കറക്റ്റ് ആയത്. അല്ലെങ്കിൽ പകുതി വെന്ത് പകുതി വേവാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഒന്നിങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ച് കൊടുത്തപ്പോൾ അത് പൊടിഞ്ഞ് വന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ നല്ല മുരുമുരേ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് മുരുമുരേ വന്നാലും ഒരുപാട് കഴിച്ചപ്പോൾ എനിക്ക് വല്ലാതെ തോന്നി. പക്ഷെ എനിക്ക് കുഞ്ഞ് മീൻമുട്ടയാണെങ്കിൽ അത്രയും വിഷമം വരില്ല കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് മീൻമുട്ട കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, കള്ളിക്കാട് വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലെങ്തി വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ടാറ്റാ ബൈ.